ഹലോ ഗായ്സ്, എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അതിന് സാധിക്കാത്ത മനസ്സുള്ള ആൾക്കാരുണ്ടാവും. അവർക്കുള്ള 5 ടിപ്സാണ് എങ്ങനെ ആ ഒരു സാഹചര്യം മറികടക്കാം എന്നുള്ളതിന് 5 ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കീപ്പ് വാച്ചിങ്. ആദ്യമായിട്ട് നമ്മൾ എനർജറ്റിക് ആണെന്നുള്ളത് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ മനസ്സിനെ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തണം നമ്മൾ എനർജറ്റിക് ആണ് എന്നുള്ളത്. നമ്മൾ വിശ്വസിക്കണം നമ്മൾ എനർജറ്റിക് ആണ്, എപ്പോഴും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നെഗറ്റീവ്സ് ആയിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. നെഗറ്റീവ്സ് ആയിട്ട് ഒരിക്കലും തിങ്ക് ചെയ്യരുത്. അതായത് ഞാൻ ലേസിയാണ്, ഇപ്പം മടിയാണ്, എനിക്ക് വയ്യ, ഞാനൊക്കെ പോരാ, അങ്ങനെ ഒരിക്കലും മനസ്സിനോട് പറയരുത്. നമ്മൾ എന്താണെന്ന് നമ്മളോട് പറയുന്നതാണ് നമ്മൾ. അതായത് ഞാൻ എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നത് അതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എനർജറ്റിക് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതായിത്തീരും. അപ്പോൾ നമ്മൾ എനർജറ്റിക് ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ സെക്കൻഡ് പോയിൻ്റ് എന്താ വെച്ചാൽ, ഒരു ആമേനെ പോലെ, അതായത് നമ്മുടെ ചെറിയൊരു സ്റ്റെപ്പെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സ്റ്റാർട്ട് ചെയ്യുക. ചെറുതായിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. അത് ഒരു സെക്കൻഡ് പോയിൻ്റാണ്. ശരീരം ഒരിക്കലും ഒരു ലേസിനെസ്സിലേക്ക് പോകരുത്. ശരീരം നമ്മുടെ ലേസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും ഡെഡായി പോകും. എന്ത് ജോലിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കും സക്സസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും അത് തുടരുക, അവസാനിപ്പിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിലധികം വിശ്രമവും ആവശ്യത്തിലധികം ഉറക്കവും ഒക്കെ നമ്മുടെ എനർജി കുറയ്ക്കാനുള്ള കാരണമാവും. അപ്പം ആവശ്യത്തിന് മാത്രം വിശ്രമം എടുത്തുകൊണ്ട് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ശരീരത്തിനുള്ള പോലെ തന്നെ മനസ്സിനും വ്യായാമം ആവശ്യമാണ്. അപ്പോൾ യോഗയും മെഡിറ്റേഷനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തന്നെ ഉന്മേഷം നൽകുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് എത്ര പ്രായമായാലും കുഴപ്പമില്ല, സ്ഥിരമായിട്ട് യോഗയും മെഡിറ്റേഷനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശരീരത്തിന് ഇതുപോലുള്ള മടിയോ അല്ലെങ്കിൽ അതുപോലുള്ള അലസതയോ ഒന്നും ബാധിക്കുന്നതല്ല. നമ്മുടെ ജീവിതാവസാനം വരെ ഇത് തുടർന്നു പോകാൻ എനർജറ്റിക്കായിട്ട് നടന്നുകൊണ്ട് നല്ല ഉന്മേഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം വെച്ചാൽ ന്യൂ ഐഡിയാസ് ട്രൈ ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ എനർജറ്റിക്കായിട്ട് നിലനിർത്തുന്നതിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയും നമുക്ക് നമ്മുടെ ശരീരത്തിനെയും അതുപോലെ തന്നെ മനസ്സിനെയും എനർജറ്റിക്കായിട്ട് നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പലവിധ ക്രാഫ്റ്റ് വർക്കായാലും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ തന്നെ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.